അല്ലുവിൻ്റെ വായിൽ നിന്നും വെളിപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഷോക്കായിരുന്നു ഓമിനും രുദ്രനും നൽകിയത്. എന്നാൽ ഇത്രയും വലിയൊരു മാഫിയയുടെ തലവനാണ് അശോക് എന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലു അവരിൽ നിന്നും തിരിഞ്ഞാൽ ഈ വിധി തന്നെയായിരിക്കും അല്ലുവിനെന്നും ഓമിന് ഉള്ളിൽ ഒരു ഭയമുണ്ടായി. എന്നാൽ ഓം അല്ലുവിനെ തന്നോട് ചേർത്ത് നിർത്തി. ഒരു കാരണവശാലും അവരെ എതിർക്കാൻ നിൽക്കരുത്. അവരെന്താണ് പറയുന്നത് അത് നീ അനുസരിക്കുന്നത് പോലെ അഭിനയിക്കുക. പിന്നീട് ഞങ്ങളെ അറിയിക്കുക. വേണ്ടുന്നത് എന്തെന്ന് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ നിനക്ക് ഭയമുണ്ട് അല്ലേ, അവർ എന്നെ വല്ലതും ചെയ്യുമോ എന്ന്? നീ ഞങ്ങളുടെ കൂടപ്പിറപ്പല്ലേ. നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നത് ഞങ്ങൾ സഹിക്കുമോ? രുദ്രൻ അവളോട് അടുത്ത് വന്നു എന്ന് പറഞ്ഞു. നീ ഇത്രയും നേരം എന്നോട് ദേഷ്യമായിരുന്നല്ലോ. നിന്നോട് ദേഷ്യമെല്ലാം പറഞ്ഞാലും നീ ഞങ്ങളുടെ കൂടപ്പിറപ്പല്ലാതായി മാറുമോ? നീ എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞതോടുകൂടി ഞങ്ങളുടെ ഉള്ള ദേഷ്യം എല്ലാം അലിഞ്ഞുപോയി. ഇനി നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ രണ്ടുമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്. എന്തു പറഞ്ഞാലും അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കുകയും വേണം. അതിന് വേറെ സിമ്മും ഒരു ഫോണും നിനക്ക് തരുന്നതായിരിക്കും. അതുവഴിയേ ഇനി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവൂ. ഒരു കാരണവശാലും മറ്റേ ഫോൺ വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇല്ല എന്ന് അവർ സമ്മതിച്ചു. പിന്നീട് മൂവരും അവനവരുടെ റൂമിലേക്ക് പോയി. അല്ലുവിന് വലിയൊരു സമാധാനമായിരുന്നു. താൻ ഇത്രയും നാൾ മൂടിവെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചെന്നുള്ള സമാധാനത്തിൽ അവൾ അന്നേ രാത്രി സുഖമായ നിദ്രയെ പുൽകി. എന്നാൽ തൻ്റെ സഹോദരിയെ എന്താപത്താണ് കാത്തിരിക്കുന്നത്, ഏതാപത്തിൽ നിന്ന് അവളെ എങ്ങനെ രക്ഷിക്കാമെന്നായിരുന്നു ആ സഹോദരങ്ങൾ അന്നേ രാത്രിയിൽ തൊട്ട് അവളെക്കുറിച്ച് ആലോചിച്ച് ചിന്തയിൽ മുഴുകി. ഉറക്കം വരെ അവരെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ അവർക്ക് ഇതുതന്നെയായിരുന്നു. ആ വീടിനൊരു കാവൽ തന്നെയായി മാറിക്കഴിഞ്ഞിരുന്നു ആ നിമിഷം തൊട്ട്. ആദിയെയും അല്ലുവിനെയും ഒരുപോലെ അവർക്ക് ജീവനോടെ തന്നെ തങ്ങളോടൊപ്പം വേണമായിരുന്നു. ഒന്ന് തൻ്റെ പ്രാണനാണെങ്കിൽ ഒന്ന് തൻ്റെ കൂടപ്പിറപ്പാണ്. രണ്ടിനെയും വിട്ടുകളയാൻ ഓമിന് ആകുകയില്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ചുറ്റും തന്നെ വലിയ ഒരു കാവൽ തന്നെ ഈ നിമിഷ നേരം കൊണ്ട് അവൻ ഒരുക്കി കഴിഞ്ഞിരുന്നു. ഇത്രയൊക്കെ കാവൽ അവർക്ക് വേണ്ടി ചെയ്തുവെങ്കിലും ഒരു സമാധാനം ഓമിനുണ്ടായിരുന്നില്ല. തങ്ങൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് അവൻ്റെ ഉൾമനസ്സ് അവനോട് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞ് അവൻ നിദ്രയെ പുൽകാൻ കിടന്നു. അവൻ അറിയുന്നില്ല തനിക്ക് വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്ന അപായങ്ങൾ എത്രത്തോളം വലുതാണെന്ന്. അത് തന്നെ പഴയ ഡെവിളാക്കി മാറ്റുമെന്ന് അവൻ ഒട്ടും തന്നെ ചിന്തിക്കാതെ ആ രാത്രിയെ പുൽകി. ആ സംഭവത്തിന് ശേഷം ആദിയും അല്ലുവും ഒരുമിച്ചാണ് പിന്നീട് കോളേജിലേക്ക് പോകുന്നത്. രണ്ടുപേരെയും രാവിലെ രുദ്രൻ കോളേജിൽ ഇറക്കി വിടുകയും വൈകുന്നേരം ഓമിൻ്റെ ബോഡി ഗാർഡ്സാണ് തിരിച്ചവരെ വീട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നത്. അവർക്കിതിനിടയിൽ എവിടെയും തന്നെ കയറാനോ എടുക്കാനോ ഉള്ള അനുവാദം അവർക്ക് നൽകിയിരുന്നില്ല. എങ്കിൽ ഇവരുടെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം പുറത്തിറങ്ങാമെന്ന് തന്നെ അല്ലുവും ആദിയും തീരുമാനിച്ചു. ഇവരെ രണ്ടുപേരെയും പതിയിരിക്കുന്ന അപകടങ്ങൾ ഇരുവർക്കും അറിയില്ല. ഒരു കാരണവശാലും തൻ്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുതെന്ന് കർശന നിയന്ത്രണം നൽകിയെങ്കിലും അത് വകവെക്കാതെയാണ് രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത്. അന്നും പതിവ് പോലെ രുദ്രൻ അവരെ കൊണ്ടുവന്ന് കോളേജിൽ ഇറക്കി വിട്ടു. ഉച്ചയോടുകൂടി അവർ രണ്ടുപേരും ഹാഫ് ഡേ ലീവ് പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നാൽ ഇവരറിഞ്ഞിരുന്നില്ല തങ്ങളെ പിന്തുടർന്ന് ഓമിൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഓം അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു ഇവർ രണ്ടുപേരും കോളേജിൽ നിന്നും ലീവ് എടുത്ത് പുറത്തിറങ്ങിയെന്ന്. അപ്പോൾ ബോഡി ഗാർഡിന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിരുന്നു. അവർ രണ്ടും ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കണമെന്ന്. അല്ലാതെ മറിച്ചാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല എന്നൊരു താക്കീതും അവർക്ക് നൽകിയിരുന്നു. അതിൽ ഭയന്ന് ബോഡി ഗാർഡ് സ്ട്രിക്റ്റായിട്ട് അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുന്ന അല്ലുവും ആദിയും അവർക്ക് നേരെ ഒരു വണ്ടി പാഞ്ഞു വരുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ കാലെടുത്ത് മുന്നോട്ട് വെച്ച അതേ സമയം അല്ലു കണ്ടിരുന്നു. അല്ലു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആദിയെ പിടിച്ച് പിറകിലോട്ടാക്കിയ അതേ സമയം തന്നെ പാഞ്ഞു വന്ന വണ്ടി അല്ലുവിനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു. അവരെ പിന്തുടർന്ന് വന്ന ബോഡി ഗാർഡ് ഈ കാഴ്ച കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഓമിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും അപ്പോൾ തന്നെ ഓം നിർദ്ദേശം നൽകി അവളെ എത്രയും പെട്ടെന്ന് ചെമ്പകശ്ശേരിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അവൻ്റെ നിർദ്ദേശപ്രകാരം അല്ലുവിനെ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോയത്.
കാഷ്വാലിറ്റിയിലേക്കായിരുന്നു അല്ലുവിനെ എത്തിച്ചത്. അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടർ അല്ലുവിനെ ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ICUയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ICUയിലെത്തിയ അല്ലുവിനെ ഡീറ്റെയിലായി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഹെഡ് ഇഞ്ചുറി ഉള്ളതും അത് ഇച്ചിരി ഡീപ്പാണെന്നും ഒരു മേജർ സർജറി അത്യാവശ്യമാണെന്നും ഫാമിലി അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഹോസ്പിറ്റലിൽ നടത്തുകയും ചെയ്തു. വിവരം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഓം അങ്ങോട്ടെത്തിയിരുന്നു. ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ സീനിയർ സർജനുമായി തന്നെയായിരുന്നു ഓം സംസാരിച്ചത്. സർജറി പെട്ടെന്ന് തന്നെ സമയം വൈകിക്കാതെ തന്നെ നടത്താനുള്ള നിർദ്ദേശവും ഓം നൽകി. ഡോക്ടറിനെ കണ്ട് തിരിച്ചിറങ്ങിയ ഓം ആദ്യം തിരക്കിയത് ആദിയെയാണ്. ആദി എന്തേ എന്ന് ബോഡിഗാർഡ്സിനോട് തിരക്കിയപ്പോൾ അവർ ഈ തിരക്കിനിടയിൽ അവളെ കൂട്ടാൻ മറന്നുപോയെന്ന് അവനോട് പറഞ്ഞു. അവന് അതിയായ ദേഷ്യം വന്നു. പിന്നീട് അവൻ അവിടെ നിന്നും ശരം വിട്ടതുപോലെ ആക്സിഡന്റ് നടന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിയതും അവിടെ ആദിയെ കാണാൻ പോലുമില്ലായിരുന്നു. ആദിക്കെന്തോ അപകടം സംഭവിച്ചു എന്ന് അവൻ്റെ ഉൾമനസ് അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ഒട്ടും വകവെക്കാതെ ആദിക്കൊന്നും സംഭവിക്കില്ല എന്ന് അവൻ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവളെ വീണ്ടും തിരക്കി ഇറങ്ങി. അശോകിൻ്റെ അധീനതയിലുള്ള എല്ലായിടത്തും അവൻ സെർച്ച് ചെയ്തു. എങ്കിലും അവിടെ ഒന്നും ആദിയെ കണ്ടു കിട്ടിയില്ല. എങ്ങോട്ട് പോകണം, എവിടെ തിരക്കണമെന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുകയായിരുന്നു ഓം. അതേസമയമാണ് അവൻ വീണ്ടും അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപകടം നടന്ന സ്ഥലത്ത് എല്ലാവരോടും അന്വേഷിച്ച് അതേസമയമാണ് അവൻ അറിയാൻ സാധിച്ചത്, ഈ അപകടം നടന്നത് കണ്ടു നിന്ന് ഒരു പെൺകുട്ടി ബോധരഹിതയായി വീഴുകയും അവളെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് എന്ന് തിരക്കി അറിഞ്ഞ് അവർ ചെന്നതും അശോകിൻ്റെ ഹോസ്പിറ്റലിലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്നും അവൻ തങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ആദ്യം തങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിച്ച അതേസമയം തന്നെ ഓമിൻ്റെ നിർദ്ദേശപ്രകാരം അവൾക്ക് ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ ചെയ്തു. ഏതെങ്കിലും രീതിയിൽ ഒരു ഇല്ലീഗൽ ഡ്രഗ്സ് അവളുടെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയായിരുന്നു. എങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമായി. അവന് അവർ രണ്ടുപേരോടും മതിയായ ദേഷ്യം തോന്നി. കാരണം താൻ എത്രയോ പ്രാവശ്യം അവരോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, തൻ്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകരുത്. താൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവർ പുറത്തേക്ക് പോയത് ആലോചിക്കും തോറും അവന് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറേ സമയങ്ങൾക്ക് ശേഷം ആദി കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ രുദ്രൻ തൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അവൾ ചാടി എഴുന്നേറ്റ് രുദ്രനോട്, അല്ലു എന്തേ, അല്ലുവിന് എങ്ങനെയുണ്ട്, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, ചേച്ചിക്ക് വല്ലതും പറ്റിയോ, അത്രയും ചോദിച്ചതും ഓം അതിയായ ദേഷ്യത്തിൽ അങ്ങോട്ട് കയറി വന്ന് ആദിക്ക് കരണം പുകച്ചൊരടിയാണ് കൊടുത്തത്. അടി കിട്ടിയ കവൾ തപ്പിപ്പിടിച്ചുകൊണ്ട് ആദി ഓമിനെ തന്നെ നോക്കിയിരുന്നു. തന്നെ എന്തിനാണ് അടിച്ചതെന്നുള്ള ഭാവത്തിൽ അവൾ ഇരുന്നതും അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട്, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും കോളേജിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. നീയൊക്കെ ആരുടെ എന്ത് ഉണ്ടാക്കാനടി പുറത്തോട്ട് ഇറങ്ങിപ്പോയത്? തൻ്റെ ദേഷ്യം ഒട്ടും തന്നെ നിയന്ത്രിക്കാനാവാതെ ഓം അരിശത്തോടെ ആദിയോട് ചോദിച്ചു. അത് ചേച്ചി എന്നോട് പറഞ്ഞ് കണ്ണേട്ടൻ്റെ പിറന്നാളാകുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ ചേച്ചിയുടെ കൂടെ ചെല്ലുമോ, അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ഏട്ടനെ വിളിച്ച് കാര്യം പറയാം. അതിപ്പോൾ അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു തെറ്റും എനിക്കില്ല. അതിനെന്താ, ഒരുത്തി ICU കിടക്കുന്നു, അവൾക്ക് മേജർ സർജറിയാണ് വേണ്ടത്. ജീവിക്കുവോ ചാവുവോ ഒന്നും ഇതുവരെ ഒരു ഉറപ്പും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. 2 എണ്ണവും കാണിച്ചു കൂട്ടില്ല. നിങ്ങൾക്കിത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാണനും കൈപ്പിടിച്ചോടി. അതിൻ്റെ കൂട്ടത്തിൽ നിന്നെ കാണാനില്ലായിരുന്നു. നീ എവിടാ എന്താ സംഭവിച്ചതെന്നറിയാതെ ഈ നാടായ നാട് മൊത്തം ഞാൻ ഓടി. എന്നിട്ടോ നിന്നെ കണ്ടു കിട്ടിയ ആ പന്ന പുന്നാരമോൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന്, അവിടെ നിന്നും രാഖി രാമായണൻ നിന്നെ ഇവിടെ എത്തിച്ച്. ഇതൊന്നും നിനക്കറിയണ്ടല്ലോ. നീയും അവളും ഇതൊന്നും അറിയേ വേണ്ട. നിനക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിക്കൂട്ടുന്നു. നിൻ്റെ അവളുടെയും ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട്. നാശം. ഇതിനെയൊക്കെ ഏത് സമയത്താണോ എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത്? അത്രയും പറഞ്ഞുകൊണ്ട് അതീവ ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവസാനം പറഞ്ഞ വാക്ക് ആദിക്ക് വല്ലാതെ കൊണ്ടിരുന്നു. താൻ എന്തിനാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നത് പോലും അവൾക്ക് തോന്നിപ്പോയി. പിന്നെ രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നീ എന്തിനാ പോയത്? ഏട്ടൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിന്നെ ഒരു ദിവസം രാത്രി കൊല്ലാൻ വരെ നമ്മുടെ ചെമ്പശ്ശേരിയിൽ ആൾ വന്നു. അന്ന് തൊട്ട് നിനക്കും അവൾക്കും കാവലായിട്ട് ഏട്ടൻ നിൽക്കുക.
എത്രയോ വട്ടം നിങ്ങളോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞങ്ങളെ രണ്ടുപേരെ അറിയിക്കാതെ. നിങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാ, ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നോ? ഞാൻ എന്തെങ്കിലും തടസ്സം പറയുമായിരുന്നോ? നിനക്ക് ഞങ്ങളോട് ചേച്ചിയോട് പറഞ്ഞതാടാ, ചേച്ചി കേൾക്കാത്തതിന് ഞാൻ എന്ത് വേണം? ചേച്ചി ഇല്ലായെങ്കിൽ ഒറ്റയ്ക്ക് പോയേനെ. എന്നെ ഇടിക്കാൻ വന്ന ഫ്രണ്ടിലോട്ടാണ് ചേച്ചി എടുത്ത് ചാടിയത്. നിന്നെ ഇടിക്കാനോ? അതെ, എന്നെ ഇടിക്കാൻ വന്ന വണ്ടിയാണ്. ഞങ്ങൾ രണ്ടും ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ ചേച്ചിയാണ് കണ്ടത്. എന്നെ പിടിച്ച് പുറകോട്ട് നീക്കി. അതേസമയം തന്നെ ആ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുക, നിന്നിട്ട് നിൽക്കാതെ പോയി. ഇത് കണ്ട ഷോക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഇവിടെ. എന്താ ആരാ എന്തോന്നൊന്നുമില്ല. അവ്യക്തമായി കുറേ ആൾക്കാർ ഓടുന്നതും എന്നെ ആരൊക്കെ ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഏട്ടൻ അടിച്ചതെന്ന് എനിക്ക് നൊന്തോ? രുദ്രൻ പതുക്കെ ഓം അടിച്ച സ്ഥലത്ത് അവളുടെ കവിളൊന്ന് തടവി. പോട്ടെ, സാരമില്ല. നിന്നെ കാണുന്നില്ല എന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രാണനും കൈ പിടിച്ചോണ്ട് ഓടി. ഈ നിമിഷം ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതാ ആദി ഓമിന് എത്രത്തോളം വലുതാണെന്ന്, എത്രത്തോളം ജീവനാണെന്ന്. നിനക്കെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആ മനുഷ്യൻ ജീവനോടെ പോലും കാണില്ല എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിപ്പോയി. നിന്നെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് എടുത്ത് ചാടല്ലേ. അല്ലു, ചേച്ചിക്ക് എങ്ങനെ? ഒരു മേജർ സർജറി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഐസിയുവിൻ്റെ ഫ്രണ്ടിലുണ്ട്. അമ്മയൊക്കെ കരഞ്ഞ് തളർന്ന് അവിടെ ഇരിപ്പുണ്ട്. ഏട്ടൻ മാത്രമേ ഉള്ളൂ അവിടെ ഇല്ലാഞ്ഞത്. ഞാൻ അവർക്കൊപ്പം നിന്നെ കണ്ടു കിട്ടിയെന്നറിഞ്ഞപ്പോൾ നിന്നെക്കൊപ്പം ഞാനിവിടെ ഇരുന്നേ ഉള്ളൂ. നിന്നോട് എങ്ങനെയായിരിക്കും ഏട്ടൻ പ്രതികരിക്കുക എന്നറിയാതെ. എന്തായാലും ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഇത്രത്തോളമേ സംഭവിച്ചുള്ളൂ. എനിക്ക് അവിടം വരെ. ഇപ്പോൾ നീ പോകണ്ട, നീ ബെഡ് റെസ്റ്റ് എടുക്കും. നിൻ്റെ ബോഡി ഒരുപാട് വീക്കാണ്. അത്രയും പറഞ്ഞ് അവളെ അവിടെ കിടത്തി. അവൾക്കൊപ്പം രുദ്രനും അവിടെ ഇരുന്നു.